നമസ്കാരം. കാലങ്ങളായി കാത്തിരുന്ന അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ഇന്നലെ പൂർത്തിയായി. അയോധ്യയിൽ രാമലല്ലയുടെ വിഗ്രഹം സ്ഥാപിച്ചുകൊണ്ട് രാമക്ഷേത്രം രാജ്യത്തിനായി സമർപ്പിച്ചു. ആചാരപരമായ ചടങ്ങുകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നേതൃത്വം നൽകിയത്. RSS മേധാവി മോഹൻ ഭഗവന്തും യോഗി ആദിത്യനാഥും ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിന്റെ ഗർഭഗൃഹത്തിലാണ് രാംലല്ല വിഗ്രഹ പ്രതിഷ്ഠ നടന്നത്. പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ ക്ഷേത്രത്തിന് പുറത്ത് സൈനിക ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടി നടത്തി. ഉച്ചയ്ക്ക് 12:20-നും 12:30-നും ഇടയിലുള്ള 84 സെക്കൻഡ് ശുഭമുഹൂർത്തത്തിലാണ് പ്രാണപ്രതിഷ്ഠ നടന്നത്. പ്രതിഷ്ഠാ ചടങ്ങിൽ മുഖ്യ യജമാനനായിട്ടാണ് പ്രധാനമന്ത്രി പങ്കെടുത്തിരുന്നത്. കാശിയിലെ ഗണേശ്വർ ശാസ്ത്രി ദ്രാവിഡിന്റെ മേൽനോട്ടത്തിൽ പണ്ഡിറ്റ് ലക്ഷ്മികാന്ത് ദീക്ഷിതാണ് പൂജകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചത്. ബോളിവുഡ് ഐക്കൺ അമിതാഭ് ബച്ചനും മകൻ അഭിഷേക് ബച്ചനും മറ്റ് സൂപ്പർ താരങ്ങളായ രൺബീർ കപൂർ, ആലിയ ഭട്ട്, കത്രീന കൈഫ്, വിക്കി കൗശൽ എന്നിവരും ഉൾപ്പെടെ നിരവധി അതിഥികൾ ചടങ്ങിൽ പങ്കെടുത്തതിനായി അയോധ്യയിലെത്തി. ക്രിക്കറ്റ് ഐക്കൺമാരായ സച്ചിൻ ടെണ്ടുൽക്കറും അനിൽ കുംബ്ലെ, വ്യവസായ പ്രമുഖരായ മുകേഷ് അംബാനിയും ഭാര്യ നിത അംബാനിയും മകൾ ഇഷ അംബാനിയും ഉൾപ്പെടെയുള്ളവർ ചടങ്ങിനായി ക്ഷേത്രത്തിലെത്തി. നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിൽ രാമൻ അവതരിച്ചിരിക്കുന്നു. എന്റെ കണ്ടം ഇടറുകയാണ്. രാംലല്ല ഇനി കൂടാരത്തിലല്ല, ദിവ്യമായ ക്ഷേത്രത്തിനുള്ളിലാണ് വസിക്കുക. 1000 വർഷങ്ങൾ കഴിഞ്ഞാലും ഈ പുണ്യദിനത്തെപ്പറ്റി ജനങ്ങൾ ഓർക്കുകയും സംസാരിക്കുകയും ചെയ്യും. ഈ നിമിഷങ്ങളിൽ ജീവിച്ചിരിക്കാനും സാക്ഷ്യം വഹിക്കാനും കഴിയുന്നത് വലിയ അനുഗ്രഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു. രാമസങ്കല്പത്തിന്റെ ഗുണങ്ങൾ ഉൾക്കൊള്ളാൻ രാജ്യത്തെ ജനങ്ങളോട് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. രാമക്ഷേത്രം പണിതാൽ തീപിടുത്തം പോലെ എന്തോ അരുതാതെ സംഭവിക്കുമെന്ന് പറഞ്ഞിരുന്നവരുണ്ട്. എന്നാൽ രാമൻ അഗ്നിയല്ല, ഊർജമാണ്. തർക്കമല്ല, പരിഹാരമാണ് വേണ്ടത്. ലോകത്തെ ഒട്ടേറെ രാജ്യങ്ങൾ ചരിത്രത്തിന്റെ കുരുക്കഴിക്കാൻ ശ്രമിച്ച് കൂടുതൽ സങ്കീർണമായത് നമുക്കറിയാം. എന്നാൽ ഭാരതം ചരിത്രത്തിന്റെ ഈ ഊരാക്കുടുക്ക് അഴിക്കുക മാത്രമല്ല, പക്വതയോടെ അത് പരിഹരിക്കുകയും ചെയ്തു എന്നാണ് മോദി കൂട്ടിച്ചേർത്തത്. അതേസമയം അയോധ്യ പ്രതിഷ്ഠ ജനങ്ങൾ ഏറ്റെടുത്തു. അയോധ്യയിലെ രാമക്ഷേത്രം ഇന്നു മുതൽ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുകയും ചെയ്യും. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് വൈകാരിക നിമിഷമെന്ന് പ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം നടന്ന പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. നീണ്ട തപസ്യക്കൊടുവിൽ അയോധ്യയിൽ രാമൻ എത്തി എന്ന് പറഞ്ഞ അദ്ദേഹം പ്രധാനമന്ത്രി രാമവിഗ്രഹത്തിനരികിൽ വൈകാരികമായിട്ടാണ് ചെലവഴിച്ചതെന്നും കൂട്ടിച്ചേർത്തു. ഇന്ന് വെറുമൊരു തീയതി മാത്രമല്ല, ഒരു പുതിയ കാലചക്രത്തിന്റെ തുടക്കമാണെന്നും മോദി വിശേഷിപ്പിച്ചു. ലോകത്തിന് മുഴുവൻ സന്തോഷവും സമാധാനവും ലഭിക്കട്ടെ എന്ന ആപ്തവാക്യം മുൻനിർത്തിക്കൊണ്ട് രാമക്ഷേത്രം ഉയർന്നു വരികയാണ്. ഇതൊരു പ്രത്യേക മതത്തിന്റെ മാത്രം ക്ഷേത്രമല്ല, ഒരു രാജ്യത്തിന്റെ ക്ഷേത്രവും ഒരു രാഷ്ട്രത്തിന്റെ സമ്പത്തും തന്നെയാണ്. എല്ലാവരുടെയും മനസ്സിൽ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും മണിമുഴക്കി അയോധ്യ രാമക്ഷേത്രം ഉയർന്നിരിക്കുന്നു. നന്ദി.